ഇത് പ്രസവ സമയത്ത് ഇവരുടെ ആ ഒരു സ്കിന്ന്, അവരുടെ ആ ഒരു വയറ് വലുതാവുന്നതിനനുസരിച്ച് തന്നെ അത് നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പോൾ ഈ സ്കിന്ന് തിരിച്ചു വരാനായിട്ട് എടുക്കുന്ന സമയം, അതോടൊപ്പം തന്നെ പ്രഗ്നന്റ് ആയി ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് കിട്ടേണ്ട ഹൈഡ്രേഷൻ ഉണ്ട്. അതായത് കൃത്യമായിട്ട് കുടിക്കുന്ന വെള്ളം കുറവ് വന്നാൽ സ്ട്രെച്ച് മാർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അവർക്ക് അവിടേക്ക് വേണ്ട സർക്കുലേഷൻ കുറയുന്നത് അവരുടെ ബോഡി മൂവ്മെന്റ് കുറയുമ്പോഴാണ്. ഇത് കുറഞ്ഞാലും അവർക്ക് സ്ട്രെച്ച് മാർക്ക് വരും. ഇനി സ്ട്രെച്ച് മാർക്ക് വന്ന സ്ട്രെച്ച് മാർക്ക് മാറാനാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിന് നല്ലൊരു കെയർ കൊടുത്ത് ഹൈഡ്രേഷൻ കറക്റ്റ് ആക്കി എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിൽ മാറ്റം വരുന്നുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് 4 മക്കളുണ്ട്. എൻ്റെ വൈഫ് ജലീറ്റ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം ഈ വീട്ടിലുള്ള പ്രസവരക്ഷയും കാര്യങ്ങളൊക്കെ കാരണം കുറച്ച് ഒബീസ് ആയിട്ടുണ്ടായി. ആക്ടിവിറ്റിയും കുറവായിരുന്നു. പ്രോപ്പർ ഹൈഡ്രേഷനും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ആൾക്ക് സ്ട്രെച്ച് മാർക്ക് വന്നു. എങ്കിലും ആ പ്രസവശേഷം ആള് ആ ഒരു എക്സസൈസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തത് മൂലം ആൾക്ക് ആ ഒരു സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളും നല്ലപോലെ കുറഞ്ഞു. തീരെ ഇല്ലാതായില്ല, എങ്കിലും നല്ലോണം കുറഞ്ഞു. സെക്കൻഡ് ഡെലിവറി ടൈമിൽ ആൾ നല്ലപോലെ കെയർ ചെയ്ത് ആ ഒരു സ്ട്രെച്ച് മാർക്ക് ആ ടൈമിൽ ഉണ്ടായില്ല. മാത്രമല്ല മുൻപത്തേതും പൂർണ്ണമായിട്ടും മാറുകയും ചെയ്തു. സോ ഹൈഡ്രേഷനും എക്സസൈസും ശരീരത്തിന് വേണ്ട മിനിമം മൂവ്മെന്റും പിന്നെ പോഷകങ്ങളും നമുക്ക് അത്യാവശ്യമാണ് ഈ ഒരു സ്ട്രെച്ച് മാർക്ക് ഇല്ലാതിരിക്കുക.